ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി മെഴുക്കുപുരട്ടി ആയിട്ടാണ്. കടല മെഴുക്കുപുരട്ടി നമ്മൾ പൊതുവെ കടല കറിയാണ് വെക്കാറ്. ഇതൊരു വെറൈറ്റി ആയിട്ട് കടല മെഴുക്കുപുരട്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഞാൻ ഒരു 250 ഗ്രാം കടല എടുത്തിട്ടുണ്ട്. രാത്രി കുതിർത്ത് വെച്ചതാണ്. ഇപ്പം നമുക്കിനി ഇത് കുക്കറിലിട്ട് വേവിക്കാം. നമുക്ക് ഈ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. ഒരു 3-4 വിസിൽ മതിയായിരിക്കും. കടല നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി ആവശ്യ സാധനങ്ങൾ നോക്കാം. ഒരു വലിയ സൈസ് ഉള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞത്, 7 അല്ലി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കറിവേപ്പില, പിന്നെ മുളക് നമ്മൾ പൊടിച്ചെടുത്തതാണ്. ആവശ്യത്തിന് ഉപ്പും. ചീനച്ചട്ടി വയ്ക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളിയും ഇട്ട് കൊടുക്കാം. നല്ലപോലെ എണ്ണയിൽ കിടന്ന് കുറച്ച് നേരം വഴട്ടെ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പൊ 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പൊടിച്ച മുളകാണ്, ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കുന്നത്. കടല ഇട്ട് കൊടുക്കാം. ഒരു 15 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ എണ്ണയിലും ഉള്ളിയിലൊക്കെ ഈ മുളകുമൊക്കെ കടലിൽ കയറി പിടിക്കണം. മുളകിൻ്റെ ഇതൊക്കെ മുളകും ഉപ്പൊക്കെ കടലിൽ പിടിക്കാനാ. ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ കടല മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കുപുരട്ടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കിനി സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.